എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി ഉണ്ടാക്കാറുള്ള സാധനങ്ങളൊക്കെ വെച്ച് എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? ആദ്യം നമുക്ക് റവ വറുത്തെടുക്കാം. തീ വളരെ കുറച്ച് വെച്ച് വേണം കേട്ടോ റവ വറുക്കാനായിട്ട്. അതേപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യണം. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് നിറം മാറി വരുമ്പോഴേക്കും ഏകദേശം ഈ ഒരു പരുവം. എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ടോ അല്ലെങ്കിൽ വേറെ പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഉപ്പുമാവിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ്, ബീൻസ്, സവോള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ 2 ചെറിയ വറ്റൽമുളകും കൂട്ടത്തിൽ കറിവേപ്പില. ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യും കൂട്ടത്തിൽ 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പം കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂട്ടത്തിൽ കറിവേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ഒരു പച്ചമണം മാറുന്നത് വരെ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവോളയും ക്യാരറ്റും ബീൻസും ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഒരു പച്ചമണം മാറിയാൽ മതി. ഒരുപാടിട്ട് നമുക്കങ്ങ് വഴണ്ട് വരികയും വേണ്ട, വെന്ത് പോവുകയും വേണ്ട. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം കേട്ടോ. ഏകദേശം ഈ ബീൻസും ഈ ക്യാരറ്റും ഒക്കെ ഈ ഒരു പരുവം ആവുന്നത് വരെ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ. കാഷ്യൂനട്ട് നമുക്ക് 2 രീതിയിൽ ചേർക്കാം. ആദ്യം കടുക് പൊട്ടിക്കും, അതിൻ്റെ കൂടെ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാനിപ്പം സെപ്പറേറ്റ് ആയിട്ട് നെയ്യിൽ വറുത്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. കൂടെ കുറച്ച് തേങ്ങ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ. തേങ്ങ ഇടുമ്പോൾ ഉപ്പുമാവിന് കുറച്ച് ടേസ്റ്റ് കൂടും. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാകം നോക്കുക. എന്നിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പിടാം കേട്ടോ. ഉപ്പ് ഇച്ചിരി മുന്നിൽ നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് റവ ഇടുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് കിട്ടുള്ളൂ. ഇതുപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കാം. കട്ട കൂടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആകും, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. നമുക്കിനി ഒരു പഴം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക് യു.